PR ശിവശങ്കർ കൂടി ചേരുന്നുണ്ട്. ശ്രീ ശിവശങ്കർ, ഇവിടെ കേരളത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി അങ്ങ് മത്സരമായിരുന്നു ആരാണ് ഏറ്റവും കൂടുതൽ CAA എതിർക്കുന്നത് എന്ന കാര്യത്തിൽ. തിരഞ്ഞെടുപ്പ് ആയപ്പോഴേക്കും അതിന് പല തലത്തിലേക്ക് വ്യാപിപ്പിക്കാൻ CPM കോൺഗ്രസും ഒക്കെ പരസ്പരം മത്സരിച്ചിരുന്നു. അപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന് വലിയൊരു തിരിച്ചടി, കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് വലിയൊരു തിരിച്ചടിയാണ്. ദേശീയ നേതൃത്വം ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്ന പ്രകടന പത്രിക ഒരിടത്ത് പോലും CAA പറ്റി ഒരു അക്ഷരം മിണ്ടുന്നില്ല എന്നത്. അപ്പോൾ ഈ കേരളത്തിൽ മാത്രമാണ് CAA വിരുദ്ധ സമരം കോൺഗ്രസ് കുറച്ചു കാലകാലമായി കാര്യമായി മുന്നോട്ട് വെച്ചിരുന്നത്. ഇതിലെ ഒരു പ്രധാന പ്രശ്നം, കേന്ദ്ര നേതാക്കൾ പലതവണയായി രാജ്യത്തിന്റെ മുൻപിലും അതുപോലെ തന്നെ പാർലമെന്റിലും CAA വിഷയത്തിൽ ശക്തമായ നിലപാടെടുത്തിരുന്നു. അവർ തന്നെയാണ് ഇത് പലകുറിയായി റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത്, ഇത്തരം നിയമം വേണമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ രാജ്യത്തെ മുൻനിരയിലുള്ള കോൺഗ്രസ് നേതാക്കളുടെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ അവർ പാർലമെന്റിൽ പറഞ്ഞിട്ടുള്ള പ്രസംഗങ്ങൾ തന്നെ തങ്ങളുടെ പ്രകടന പത്രികയിലെ ആവശ്യങ്ങൾക്ക് വിരുദ്ധമായാൽ അത് കോൺഗ്രസിന് രാജ്യത്തെ മുഴുവൻ സ്ഥലത്തും വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒന്ന്. രണ്ട്, ഈ കേരളത്തിലെ കുറച്ച് രാഷ്ട്രീയമായ അല്ലെങ്കിൽ മതപരമായ വോട്ടുകൾ സംരംഭിക്കുവാൻ വേണ്ടിയിട്ട് അവർ നടത്തുന്ന CAA വിരുദ്ധ റാലികൾ, അതുതന്നെ രാജ്യത്തിന്റെ മറ്റ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് വളരെ ശക്തമായ എതിർപ്പുണ്ടാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് ഭൂരിപക്ഷത്തിന്റെ വോട്ട് നഷ്ടപ്പെടുമെന്നുള്ള അവസ്ഥ ഉണ്ടാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പൊ മുഖപ്പാണനായ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഭൂരിപക്ഷ സമുദായത്തിന്റെയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്വഭാവ രാഷ്ട്രീയമായി അത്തരത്തിലുള്ള സത്യം ഒരു മുന്നിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ യോജിച്ചു നിൽക്കുന്ന ഒരു ജനവിഭാഗത്തിന്റെ വോട്ട് നഷ്ടപ്പെടുന്നതും പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളുടെ പോലും ക്രിസ്ത്യൻ ബുദ്ധ വിഭാഗങ്ങളുടെയും സിഖ് വിഭാഗങ്ങളുടെയും വോട്ട് നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു തീരുമാനം പ്രകടന പത്രികയിൽ വരുത്തുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് എടുത്തിരിക്കുന്നത്. പ്രകടന പത്രികയിൽ തന്നെ അവർക്ക് കേരളത്തിൽ മുന്നോട്ട് വെക്കുവാനായിട്ട് CAA വിരുദ്ധ മുഖവും കേരളത്തിന് പുറത്ത് CAA അനുകൂലിക്കുന്ന പാലങ്ങളായി കോൺഗ്രസ് മുന്നോട്ട് വെച്ച ഒരു മുഖവുമാണുള്ളത്. ഇത് ശരിക്കും ഇരട്ടത്തപ്പാണ്. BJP എതിർക്കുവാൻ അഴിമതിയല്ലാതെ മറ്റൊന്നും അഴിമതി ഇല്ലാതെ കൊണ്ട് ഈ CAA വിരുദ്ധ സമരം കേരളത്തിലെങ്കിലും പച്ചപിടിച്ച് ഇവിടുത്തെ മുസ്ലിം മതമൗലികവാദികളോട് ചേർന്നുകൊണ്ട് ഒരല്പം വോട്ട് കിട്ടുമോ എന്ന് കാണിക്കുവാനുള്ള വെറും തട്ടിപ്പും അടവും മാത്രമാണ് അവരുടെ CAA വിരുദ്ധ സമരം എന്ന് ഒരിക്കൽ കൂടി ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതാണ് ഇവരുടെ പ്രകടന പത്രിക. ശ്രീ ശിവശങ്കർ, ഇവിടെ താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ ചില മതന്യൂനപക്ഷങ്ങളുടെ പ്രത്യേകിച്ച് തീവ്ര ഇസ്ലാമിസ്റ്റുകളെ ഒപ്പം ചേർക്കാനുള്ള ചില ധാരണകൾ അത് പരസ്യമായതോടുകൂടി അത് പരസ്യമായി തള്ളിപ്പറയുകയും ചെയ്തിരുന്നു. എന്നാൽ ഇവിടെ മറ്റൊരു ഘടകം കൂടി ഉള്ളത്, കേരളത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് മുസ്ലിം ലീഗിനെ ഒപ്പം ചേർക്കാതെ UDF എന്നൊരു സംവിധാനം നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം അവിടെ ഒരു പക്ഷെങ്കിൽ ഒരു ഒരു കണക്കുകൾ പരിശോധിച്ചാൽ കോൺഗ്രസിനേക്കാൾ കൂടുതൽ UDFിലെ കരുത്തരായി മുസ്ലിം ലീഗ് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. മുസ്ലിം ലീഗ് പരസ്യമായി എതിർക്കുന്ന ഒരു വിഷയത്തിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് ഒരു നിലപാടില്ല, അല്ലെങ്കിൽ അവർക്ക് വിരുദ്ധമായ നിലപാടെന്ന് വരുമ്പോൾ സ്വാഭാവികമായും അത് കേരളത്തിൽ ഈ UDFിൻ്റെ കെട്ടുറപ്പിലും UDFുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളിലും വലിയൊരു പ്രതിസന്ധിയിലേക്ക് കൂടി കാര്യങ്ങൾ പോകില്ലേ? കുറഞ്ഞ പക്ഷം കേരളത്തിലെങ്കിലും വിശ്വാസത്തിലെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ. നോക്കൂ, ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് അല്ലെങ്കിൽ UDF വലിയൊരു പ്രതിസന്ധിയിലാണ്. ഇന്ന് നമുക്കറിയാം വയനാട്ടിൽ എന്തുകൊണ്ടാണ് അവർ മുസ്ലിം ലീഗിന്റെ കൊടി ഉപയോഗിക്കാഞ്ഞത് എന്ന് ഇന്നലെ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്തു. അപ്പോൾ തിരഞ്ഞെടുപ്പിൽ അവർ മുന്നോട്ട് വെക്കുന്ന പ്രകടന പത്രികയായാലും അതുപോലെ തന്നെ സഖ്യകക്ഷികളായാലും അവരുടെ തന്നെ ദേശീയ താല്പര്യത്തിന് എതിരാണെന്നോ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള കൊടി അടയാളമോ ഇവരുടെ കേരളത്തിലെ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളോ ദേശീയ താല്പര്യങ്ങൾക്ക് വിനയാകുമെന്നും അല്ലെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുക മറ്റ് സംസ്ഥാനങ്ങളിൽ എക്സ്പ്ലെയിൻ ചെയ്യുവാനോ അല്ലെങ്കിൽ പ്രതിപക്ഷങ്ങളുടെ BJPയുടെ ആരോപണങ്ങളെ ഒരു തടയിടുവാനോ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കായിരിക്കുമല്ലോ സംസ്ഥാനത്ത് ഈ രാഹുൽ ഗാന്ധിയുടെ യാത്രയിൽ അല്ലെങ്കിൽ ഈ പത്രികാ സമർപ്പണ സമയത്ത് കൊടി ഉപേക്ഷിച്ചത്. നോക്കൂ, അതുമാത്രമല്ല, സത്യത്തിൽ മുസ്ലിം ലീഗിനെ പൂർണ്ണമായും അധിക്ഷേപിക്കുന്ന തരത്തിൽ ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ വണ്ടിയിൽ നിന്ന് പ്രചരണ വാഹനത്തിൽ നിന്ന് മുസ്ലിം ലീഗ് നേതാവായിട്ടുള്ള എല്ലാവരും അംഗീകരിക്കുന്ന ശ്രീ കുഞ്ഞാലിക്കുട്ടിയെ വലിച്ചു പുറത്തിറക്കിയിടേണ്ടി വന്നു. ഇത് സൂചിപ്പിക്കുന്നത് കേരളത്തിലെ മുസ്ലിം സമുദായത്തിനെ എങ്ങനെയാണ് കോൺഗ്രസ് കാണുന്നത് എന്നുകൂടിയാണ്. അതായത് അവർക്ക് മുസ്ലിം ജനസാമാന്യത്തിന്റെ വോട്ട് വേണം, പക്ഷേ രാഹുൽ ഗാന്ധിക്കൊപ്പമോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ തിരഞ്ഞെടുപ്പിന് മുന്നിലോ ഒരു ലീഗിന്റെ കൊടിയോ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് നേതാക്കളെയോ കയറ്റുവാൻ അവർ തയ്യാറല്ല എന്നുള്ളത്
ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസ് നിരന്തരമായി ഇവിടുത്തെ മുസ്ലിം സഹോദരന്മാരെയും അവരുടെ വോട്ട് ബാങ്കായും അവരെ നിരന്തരം ഉപയോഗിക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് അല്ലെങ്കിൽ രാഷ്ട്രീയ മാനസിക അവസ്ഥയാണ് കോൺഗ്രസിനുള്ളത്. ഇത് ജനസാമാന്യം മനസ്സിലാക്കണം, പ്രത്യേകിച്ച് മുസ്ലിം സമുദായം മനസ്സിലാക്കണം. തങ്ങൾക്ക് രാഷ്ട്രീയമായി നേട്ടം കിട്ടില്ല എങ്കിൽ അവർ മുസ്ലിം സമുദായത്തെയും പൂർണ്ണമായി തള്ളിപ്പറയും. ഇത് സൂചിപ്പിക്കുന്നത് കോൺഗ്രസിന്റെ മനോഭാവമാണ്. തങ്ങൾക്ക് 10 വോട്ട് കിട്ടുവാൻ വേണ്ടിയിട്ട് അവർ കേരളത്തിൽ മുസ്ലിം ലീഗിനെ സഹായിക്കുന്നു, തീവ്രവാദികളെ സഹായിക്കുന്നു, അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷേ കേരളത്തിന് പുറത്തു പോയാൽ അവർ പലപ്പോഴും കാശ്മീരി ബ്രാഹ്മണനാണെന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. തന്റെ കുലം എന്താണ്, തന്റെ ജാതി മഹിമ എന്താണ്, താൻ ബ്രാഹ്മണനാണ്, താൻ ശിവഭക്തനാണ്, ഇത്തരത്തിൽ രീതിയിലുള്ള കണക്ക് പറഞ്ഞുകൊണ്ട് സോഫ്റ്റ് ഹിന്ദുത്വം എന്നുള്ള ഒരു ആക്ഷേപം പോലും കിട്ടുന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്നു. ദിസ് ഈസ് അഗൈൻ എ ഡബിൾ സ്റ്റാൻഡേർഡ്. ഇവർ രാഷ്ട്രീയമായി ഒരു രാഷ്ട്രീയ പാപ്പരത്വം നേരിടുന്ന സ്ഥിതിയിലാണ്. കേരളത്തിലും ഇത് മുസ്ലിം ലീഗ് മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മുസ്ലിം ലീഗിന്റെ തണലിൽ നിന്നുകൊണ്ട്, മുസ്ലിം ലീഗിന്റെ ഒരു മടിയിൽ കിടന്നുകൊണ്ട് ഇപ്പോൾ ലീഗിന്റെ നേതാക്കളെ, ലീഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ തന്നെ തന്റെ പ്രചരണ വാഹനത്തിൽ നിന്ന് ഇറക്കിവിട്ടത് മൂലം സത്യത്തിൽ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും അപമാനിച്ചിരിക്കുന്നത് മുസ്ലിം ലീഗിനെയും മുസ്ലിം ജനസാമാന്യത്തെയുമാണ്. അതിനെ കോൺഗ്രസ് മറുപടി പറയേണ്ടി വരും. അത് വയനാട്ടിൽ പ്രതിഫലിക്കുക തന്നെ ചെയ്യുമെന്നാണ് എന്റെ വിശ്വാസം. യെസ്, വളരെ നന്ദി ശ്രീ ശിവശങ്കർ പ്രതികരിച്ചതിന്.